രാഹുൽ കെ വി കൂടി ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്? പ്രതീക്ഷ, അതായത് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ആനയെ വെടിവെക്കുന്നതിനുള്ള കൃത്യമായ ഒരു എയിമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ആന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതുപോലെ മയക്കുവെടി വെക്കാൻ എത്തിയ വെറ്റിനറി ഓഫീസറുടെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വാഴത്തോട്ടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു എയിമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആന നേരെ നടന്ന് ഈ വാഴത്തോട്ടത്തിന്റെ വലതുഭാഗത്തായുള്ള ഒരു കുന്നാണ്, അതിലൂടെ മുകളിലേക്കും പോയി. കോളനി ഉൾപ്പെടുന്ന നിരവധി വീടുകളുള്ള കോളനിയാണ്. ആ ഭാഗത്തേക്ക് പോയി കുറെ സമയം നിലയുറപ്പിച്ച് അവിടെ തെങ്ങും കവുങ്ങും പനയും ഒക്കെ ഉള്ള പ്രദേശമുണ്ട്. അപ്പോൾ ഏതായാലും പടക്കം പൊട്ടിക്കുകയാണ്. ആന ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിനുള്ളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടോ എന്നില്ലാത്ത വണ്ണം അവിടെ തന്നെ നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആനയെ ഓടിക്കാൻ കൊണ്ടുവരാൻ കഴിയുന്നില്ല. നാലു ഭാഗവും വളഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കല്ലെറിഞ്ഞ് ഒച്ചുണ്ടാക്കിയൊക്കെ ആനയെ അവിടുന്ന് ഇവരുടെ ഒരു ടാർഗറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതൊന്നും വിജയിക്കാതെ വന്നതോടെ ഇപ്പോൾ 6 തവണ ഇപ്പോൾ വെടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പടക്കം വല്ല പൊട്ടിക്കുകയാണോ? 6 തവണ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. ഒരു 7 പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. അതായത് ആന ഈ വാഴകൾക്കിടയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭാഗത്തേക്ക് ആന വരുന്നില്ല. ഏത് ദിശയിലാണ്? നേരത്തെ കയറിപ്പോയ ദിശയിൽ നിന്നാണോ പടക്കം പൊട്ടിക്കുന്നത്? അതെ, ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിച്ച് അതൊന്നും എനിക്കറിയില്ല. അവിടെ പുക ഉയർന്ന് കാണാൻ പറ്റും. ആ വാഴയുടെ ആ ഇടയിലായാണ് ആന ഇപ്പോഴും നിൽക്കുന്നത്. പടക്കം ഇത്രയാണ്, ഒരു 10 എണ്ണോളം പൊട്ടിച്ചു ഇതുവരെ. പക്ഷെ ആന അവിടെ നിന്ന് അനങ്ങുന്നില്ല എന്നതാണ്. അതിന്റെ നമുക്ക് ഈ ഉദ്യോഗസ്ഥർ ഈ വാഴത്തോട്ടം തുടങ്ങുന്ന സ്ഥലത്ത്, അതായത് ഇവിടെ ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റി വാഴത്തോട്ടം തുടങ്ങുന്ന സ്ഥലത്താണ് ഉദ്യോഗസ്ഥരുള്ളത്. ഈ മയക്കുവെടി വെക്കുന്ന വെറ്റിനറി ഓഫീസറും അവിടെയാണുള്ളത്. അപ്പോൾ ആനയെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശം. ഏറെ പണിപ്പെട്ടിട്ടും ആനയെ പക്ഷെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. 10 പടക്കം ആനയുടെ നേരെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആന അവിടെ നിന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് വരുന്നില്ല. ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് ആന നീങ്ങുന്നില്ല എന്നതാണ് നിലവിലൊരു സ്ഥിതി. രാഹുൽ കെ വി പറഞ്ഞതുപോലെ അനുകൂലമായൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്നതിലേക്ക് കടക്കുന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം. കാരണം ഇതിന് നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പടക്കം പൊട്ടിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ആന ഒരു പരിഭ്രാന്തി പലർത്തി മുന്നോട്ട് പോകാൻ ഇടവരുത്തി കഴിഞ്ഞാൽ അത് ദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ആയിരിക്കാം ഈ പടക്കം പൊട്ടിക്കുന്നത്. സാധാരണ ദൗത്യ സംഘങ്ങളൊക്കെ സ്വീകരിക്കാറുള്ളത് പോലെ. കാരണം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ശാന്തനായി കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. വലിയ പരിഭ്രാന്തി പരത്തുന്നത്, ശാന്തനായി സഞ്ചരിക്കുന്നു, വീണ്ടും കുന്നുകയറിയ ശേഷം ശാന്തനായി താഴേക്ക് ഇറങ്ങുന്നു, ഈ പാടശേഖരത്തിന്റെ മധ്യത്തിലേക്ക് നിലയുറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ശാന്തത കൈവരിച്ച് നിൽക്കുന്ന ഒരു ആനയ്ക്ക് ഇത്തരം പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് പരിഭ്രാന്തി ഉണ്ടാവുക സ്വാഭാവികമാണ്. അതൊക്കെ ഒഴിവാക്കി ആനയെ എങ്ങനെയെങ്കിലും നമ്മൾ ഈ കണ്ട നേരത്തെ ദൃശ്യമുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്ന വൈഡ് ചെയ്തപ്പോൾ കാണുന്ന ഈ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ദൗത്യ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാണ് RRT സംഘവും മയക്കുവെടി വയ്ക്കാനുള്ള വിദഗ്ധരൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ആന ഒരു തരത്തിലും പിടികൊടുക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ ദൗത്യത്തിൽ സമയം നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇനി